ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ് ഇത്. അതായത് ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആദ്യത്തേതാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ് അടിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. മോനുമായിട്ട് അങ്ങനെ പതിവ് പോലെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് എനിക്ക് കഴിക്കാനായിട്ടൊരു പഴം മേടിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ എല്ലാ ദിവസവും ഇവിടെ നിന്നാണ് പഴം മേടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒട്ടുമിക്ക ദിവസങ്ങളിലും സ്കൂളിൽ വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് വന്ന് കഴിക്കുന്നത്. അങ്ങനെ പഴം മേടിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് വന്നു. സ്കൂളിൽ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മോൻ്റെ ഒരു ബർത്ത്ഡേ ആണ്. അങ്ങനെ വിഷ് ചെയ്തു, എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തു. എല്ലാവരുടെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഞാൻ സ്വീറ്റ്സ് മേടിച്ചു, മോനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കുട്ടികൾക്കൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊപ്പം ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ കളിക്കുന്നത്. അപ്പം അവർക്കൊപ്പം തന്നെ ഞാൻ അവരെ പോലെ ഇങ്ങനെ കളിക്കുകയായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂടെ ഇങ്ങനെ ടീച്ചേഴ്സ് കളിക്കുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവരോടൊപ്പം കുറേ ടൈം സ്പെൻഡ് ചെയ്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടീച്ചേഴ്സ് തമ്മിലുള്ള എല്ലാ ടീച്ചേഴ്സും അല്ല, ഞങ്ങൾ രണ്ടുപേരും മാത്രം അങ്ങനെ ഷട്ടിൽ കളിക്കായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി കുട്ടികൾ കളിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആക്ടിവിറ്റീസ് ടൈമിൽ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കളിച്ചതാണ്. അപ്പോൾ ഞാൻ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഷട്ടിൽ കളിക്കുന്നത്. അപ്പം മറ്റേ ടീച്ചർ നല്ല രീതിയിൽ കളിച്ചു കേട്ടോ. എന്നെക്കാളും നല്ല രീതിക്കായിരുന്നു ടീച്ചർ കളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല ഹാപ്പി ആയിരുന്നു, ഷട്ടിൽ കളിച്ചു. അങ്ങനെ ഈവനിങ് ടൈമായി കേട്ടോ. ഈവനിങ് ടൈമിലായിരുന്നു ഞങ്ങളൊരു 3 o'clock ആണെന്ന് തോന്നുന്നു ആ സമയം കളിച്ചത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് നേരെ സ്കൂൾ വിട്ട് കേട്ടോ. സ്കൂളും കഴിഞ്ഞ് നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതും കഴിഞ്ഞിട്ട് നേരെ ബ്യൂട്ടി പാർലറിലാണ് വന്നത്. എനിക്കൊന്ന് ത്രെഡിങ് ചെയ്യണമായിരുന്നു. അങ്ങനെ ത്രെഡിങ് ചെയ്തു. ചേച്ചി നല്ല രീതിക്ക് തന്നെയാണ് എനിക്ക് ത്രെഡ് ചെയ്ത് തന്നത്. അടിപൊളിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്കാണ് വന്നത് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഫ്രഷായി ചായയൊക്കെ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു. ഞാൻ വളരെ ലഘുവായിട്ടാണ് കഴിക്കുന്നത്. സ്നാക്സ് വലിയ രീതിയിൽ കഴിക്കാറില്ല, ചെറിയ രീതിക്ക് തന്നെ കഴിച്ചത്. പിന്നെ രാത്രിക്കുള്ള പരിപാടിയാണേ. എൻ്റെ ഈ കോലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട, ഞാൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും അല്ലേ, ഞാൻ മാത്രമല്ലല്ലോ. പക്ഷേ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നൈറ്റി യൂസ് ചെയ്യുന്നത്. കൂടുതലും ഞാൻ നൈറ്റി യൂസ് ചെയ്യാറില്ല. ഓക്കെ, അങ്ങനെ രാത്രിക്കുള്ള തോരൻ വച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. കാബേജ് തോരൻ. പിന്നെ തോരൻ വെച്ചു. പിന്നെ പരിപ്പ് കറി. പരിപ്പ് ഞാൻ ഓൾറെഡി ഇങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വേവിച്ച് വെച്ച വേവിച്ച് വെച്ച ആ പരിപ്പിൽ ഇനി അതിനുള്ള ഇങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരപ്പ് അതിലോട്ട് ഒഴിച്ചു മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു സൈഡ് ഫിഷ് ഫ്രൈ റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പരിപ്പും കറി ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി വലിയ സ്പെഷ്യലൊന്നുമില്ല, നോർമലി നമ്മുടെ വീട്ടിൽ കാണുന്നത് തന്നെയാണ്. ചോറ്, ഫിഷ് ഫ്രൈ, പരിപ്പ്, പിന്നെ തോരൻ, പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഫുഡ്. അപ്പം അമ്മയ്ക്ക് ആദ്യം ഞാൻ ഫുഡ് കഴിക്കാൻ കൊടുക്കുന്നത് കേട്ടോ. അമ്മയ്ക്ക് സുഖമില്ല, അപ്പം അമ്മയ്ക്ക് ഞാനാണ് വാരി കൊടുക്കുന്നത്. അങ്ങനെ അമ്മയ്ക്കും ഫുഡ് കൊടുത്തിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്